കേരള NGO സംഘിന്റെ നേതൃത്വത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ സംസ്ഥാന ജീവനക്കാരുടെ ഉപവാസ സമരം നടത്തി. പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് ഇടത് സർക്കാർ വാക്ക് പാലിക്കുക, ശമ്പളം ഔദാര്യമല്ല അവകാശമാണ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് സമരം. മെഡിക്കൽ കോളേജ് പരിസരത്ത് വെച്ച് സംഘടിപ്പിച്ച ഉപവാസ സമരം കേരള NGO സംഘ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കവർന്നെടുത്ത കറുത്ത ഉത്തരവ് നടപ്പിലാക്കിയിട്ട് ഏപ്രിൽ 1-ന് 11 വർഷം തികയുകയാണ്. അധികാരത്തിൽ വന്നാൽ പങ്കാളിത്ത പെൻഷൻ പിൻവയ്ക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകി 2011-ൽ ഭരണത്തിലേറിയ പിണറായി സർക്കാർ തുടർ ഭരണത്തിൽ പോലും വാക്കുപാലിക്കാൻ തയ്യാറായിട്ടില്ല. ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പിലാക്കിയ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് നിയമപ്രാബല്യം നൽകി ഉത്തരവിറക്കുകയും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിന്നിരുന്ന നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പുതുതായി പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കി വഞ്ചനാപരമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് നേതാക്കൾ അറിയിച്ചു. പങ്കാളിത്ത പെൻഷൻകാരുടെ ഗ്രാറ്റുവിറ്റി നിർത്തലാക്കുകയും കുടുംബ പെൻഷൻ 50% നിന്നും 30% വെട്ടിക്കുറയ്ക്കുകയും ചെയ്തുവെന്ന് സംഘടനാ നേതാക്കൾ വ്യക്തമാക്കി. പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് ഇടത് സർക്കാർ വാക്കുപാലിക്കുക, ശമ്പളം ഔദാര്യമല്ല അവകാശമാണ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചാണ് ഉപവാസ സമരം. മെഡിക്കൽ കോളേജ് പരിസരത്ത് വെച്ച് സംഘടിപ്പിച്ച ഉപവാസ സമരം കേരള NGO സംഘ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഗോപാലകൃഷ്ണൻ K ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ അധികാരമേറ്റതിന് ശേഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജീവനക്കാരുടെ ക്ഷാമബത്ത കിട്ടിയിട്ട് ഏകദേശം 3 വർഷമായി. 22% ക്ഷാമബത്ത കുടിശ്ശികയായിരിക്കുകയാണ്. അതുപോലെ കഴിഞ്ഞ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഇതുവരെ ആയിട്ടില്ല. അതുപോലെ തന്നെ ജീവനക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ് എന്ന പേരിൽ ഈ സർക്കാർ കൊണ്ടുവന്നെങ്കിലും അത് പൂർണ്ണ പരാജയമായിരിക്കുകയാണ്. പല ഹോസ്പിറ്റലുകളും ആ പദ്ധതിയിൽ നിന്ന് അവർക്ക് പണം കിട്ടാത്തത് മൂലം പിന്തിരിയുകയാണ്. ജീവനക്കാർ മാസാമാസങ്ങളിൽ അവരുടെ കയ്യിൽ നിന്നും 500 രൂപ എടുത്തുകൊണ്ട് ഒരു പദ്ധതിയിൽ ചേർന്നിട്ട് അതിൽ നിന്ന് 5 രൂപയുടെ ഗുണം ജീവനക്കാർക്ക് ലഭിക്കുന്നില്ല. തുടങ്ങി ഒട്ടനവധി വിഷയങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ഈ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിഷയങ്ങളാണ് ഈ കേരള NGO സംഘ് ഈ ഒരു ഉപവാസ സമരത്തിലൂടെ ഉയർത്തുന്നത്. ഈ പല വിധത്തിലുള്ള സമരങ്ങളും കഴിഞ്ഞ ജനുവരി 24-ന് ഒരു ദിവസത്തെ പണിമുടക്ക് നടത്തിക്കൊണ്ട് ജീവനക്കാരുടെ ശമ്പളം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള സമരം നടത്തിയിട്ടും ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അനുകൂലമായ പ്രതികരണങ്ങളും ഇല്ലാതിരിക്കുന്ന അവസരത്തിലാണ് ജീവനക്കാർ ഇതുപോലെ ഒരു ഗാന്ധിയൻ സമരമാർഗം സ്വീകരിച്ചുകൊണ്ട് ഉപവാസ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ബാബു അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ വൈസ് പ്രസിഡന്റ് ശെൽവരാജ്, പെൻഷനേഴ്സ് സംഘ് ജയബാനു, NGO സംഘ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഷാജി PK, സംസ്ഥാന സമിതി അംഗം അനുജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.